കോൺഗ്രസ് എടുക്കുന്ന നിലപാട്, UDF എടുക്കുന്ന നിലപാട് എന്നതാണ്. ഈ കോൺഗ്രസ് നിലപാടിനോട് പൂർണ്ണ യോജിപ്പ് ലീഗ് നേതൃത്വത്തിന് ഉണ്ടോ എന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിനിടയിലാണ് PV അൻവർ വീണ്ടും UDFുമായി അടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നു എന്ന സൂചനകൾ വരുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാനാണ് അൻവർ ശ്രമിക്കുന്നത്. അൻവറിന്റെ മുന്നിൽ ഇനി എന്ത് ഭാവി എന്ന ചോദ്യത്തിന് ഉത്തരം കൂടി തേടുകയാണ് PV അൻവർ. CV അനുമോദുണ്ട്, VV അരുണുണ്ട്, G ശ്രീജിത്തുണ്ട്. നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം മലപ്പുറത്തേക്ക് CV അനുമോദ്. PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ട് തൻ്റെ കാര്യങ്ങൾ, തൻ്റെ നിലപാട് വിശദീകരിക്കാൻ അൻവർ ഒരു വട്ടം ശ്രമിക്കുമ്പോൾ ഇത് ലീഗ് നേതൃത്വം മുൻകൈയെടുത്ത് നടത്തുന്ന ചർച്ചയാണോ, മറിച്ച് അൻവർ സ്വയം ആഗ്രഹിച്ചുവെന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണോ? ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സാധ്യത ഇനി UDFുമായി ചേർന്ന് പോകാൻ അൻവറിന് മുന്നിൽ ഉണ്ടോ? സജിത്ത്, അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി അക്ഷരാർത്ഥത്തിൽ തൃശങ്കുവിലാണ് ഈ ഒരു ഘട്ടത്തിൽ. LDFിൽ നിന്ന് പോരുകയും ചെയ്തു, എന്നാൽ UDFിനോട് ഇനി അടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അകലം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് എന്ന ചോദ്യത്തിന് അൻവറിനെ സംബന്ധിച്ച് UDFുമായി സമവായത്തിലെത്താൻ ശ്രമിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു പോംവഴി. ഇന്നിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള സമയമാണ് അൻവർ തേടിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൻവറോട് പറയാനുള്ളത് കേൾക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതൊരു സമവായ ചർച്ചയോ കൂടിക്കാഴ്ചയോ അല്ല, മറിച്ച് അൻവർ സമയം ആവശ്യപ്പെട്ടു, കാണാൻ സമയം വേണമെന്ന് അഭ്യർത്ഥിച്ചു. അത് അഭ്യർത്ഥന പ്രകാരം സമയം കൊടുത്തു, കേൾക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അത്രമാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു ഇതുവരെയുള്ള വിശദീകരണം. ഇതൊരിക്കലും അൻവറിൻ്റെ ഒരു അഭ്യർത്ഥന ലീഗ് കേട്ടു എന്ന തരത്തിൽ മാത്രമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഉള്ളത്. ഒരു സമവായ ചർച്ചയുടെയോ കൂടിക്കാഴ്ചയുടെയോ തരത്തിലല്ല ഇതിൻ്റെ സ്വഭാവമെന്നും നേതൃത്വം വിശദമാക്കുന്നുണ്ട്. നമുക്കറിയാം, ഇതിന് മുൻപായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, ഒതായിലെ അൻവറിൻ്റെ വീട്ടിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ ഒരു യോഗവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ്, നേതാക്കളെ കാണുന്നതിന് മുൻപ് എടുക്കേണ്ട കാര്യങ്ങൾ അത് ഇപ്പോൾ യോഗത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അൻവർ തന്നെ പറഞ്ഞിരുന്നു 2 ദിവസത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിക്കുകയുള്ളൂ, 2 ദിവസത്തിന് ശേഷമേ കാര്യങ്ങൾ പഠിച്ച ശേഷം ഇനി മാധ്യമങ്ങളോട് സംസാരിക്കുകയുള്ളൂ എന്ന് അൻവർ വ്യക്തമാക്കിയതാണ്. പക്ഷേ അൻവറിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യത്തിൽ വ്യക്തത വേണ്ടത് ഇന്നലെ കോൺഗ്രസ് കൈക്കൊണ്ട തീരുമാനത്തിന്റെ ലീഗിന്റെ അതേ പിന്തുണയുണ്ടോ, അതല്ല അൻവറിനെ അല്പം കൂടി കോൺഗ്രസ് പരിഗണിക്കണമായിരുന്നു എന്ന നിലപാട് ലീഗിന്, അങ്ങനെ എന്തെങ്കിലും ഒരു ഭിന്ന സ്വഭാവം ലീഗിനുണ്ടോ? അങ്ങനെ ഉള്ളിൽ നിന്ന് അത്തരം ഒരു വാർത്ത നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? ലീഗിൻ്റെ നിലപാടും കോൺഗ്രസിൻ്റെ നിലപാടും ഇതിൽ ഒരുപോലെ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് അൻവർ മുന്നണിയുടെ ഭാഗമായി കഴിഞ്ഞാൽ അത് മുന്നണിക്ക് തലവേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം തീർക്കും എന്ന ഒരു മുന്നറിയിപ്പ്, ഒരു സൂചനയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന എന്നാണ് ലീഗും വിലയിരുത്തുന്നത്. അതായത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കാര്യത്തിൽ സമ്മർദ്ദത്തിലാക്കുന്ന അൻവർ മുന്നണിയുടെ ഭാഗമായി കഴിഞ്ഞാൽ അത് മുന്നണിക്ക് പൊതുവെ ഒരു തലവേദന ഉണ്ടാകുന്ന സാഹചര്യം തീർക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വിലപേശലുകൾക്ക് നിന്ന് കൊടുക്കേണ്ടതില്ല, മറിച്ച് സഹകരിക്കാൻ കഴിയുമെങ്കിൽ സഹകരിക്കട്ടെ, പക്ഷേ അതിന് വിലപേശലിനെ നിന്നുകൊടുത്ത് അനാവശ്യമായിട്ടുള്ള ഒരു പ്രതിസന്ധി തീർക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗിനുമുള്ളത്. ആ കാര്യത്തിൽ ഇന്നലെ മുസ്ലിം ലീഗ് നേതൃത്വവും അതേ ആശയം തന്നെയാണ് കോൺഗ്രസുമായിട്ടും ആശയവിനിമയം നടത്തിയിട്ടുള്ളത്. അതായത് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഇക്കാര്യത്തിൽ ഒരു നിലപാട് തന്നെയാണ്. പക്ഷേ അൻവറിനെ സംബന്ധിച്ച് കോൺഗ്രസിനേക്കാൾ എളുപ്പത്തിൽ ആശയവിനിമയം നടത്താൻ കഴിയുന്നത് ലീഗ് നേതൃത്വത്തിനാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ലീഗ് നേതാക്കളെ, പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിയെ കാണുവാനുള്ള ഒരു സമയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം LDFിൽ നിന്ന് ഇറങ്ങി ആദ്യം ചെന്ന് കണ്ടത് പാണക്കാടെയാണ്. പാണക്കാട് സാദിഖ് ശിഹാബ് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയുമാണ്. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിനോട് അൻവറിന് പ്രത്യേകിച്ചൊരു മമതയുണ്ട്. പക്ഷേ മുന്നണിക്ക് തലവേദന ഉണ്ടാക്കുന്ന തരത്തിൽ ഈ ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിൻ്റെ നിർണായക ഘട്ടത്തിൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഒരു നിലപാടുകളും ലീഗിൻ്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന അഭിപ്രായമാണ് ലീഗ് പങ്കുവച്ചിരിക്കുന്നത്. അൻവറിനെ പുറത്തു നിർത്തുകയല്ല, മറിച്ച് സമവായത്തിൽ കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ കൊണ്ടുപോകാം എന്ന ഈ ഒരു തീരുമാനവും അല്ലെങ്കിൽ അത്തരം അഭിപ്രായം ലീഗിനുണ്ട്. അനുമോദ്, ചുരുക്കത്തിൽ ഒരു കാര്യം, ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ അൻവർ നടത്താൻ പോകുന്ന നീക്കത്തിൻ്റെ അവസാനം 2 ദിവസത്തെ കാത്തിരിപ്പ് അൻവർ പറഞ്ഞിരിക്കുന്നു. ഇതിനൊടുവിൽ താൻ സമ്മർദ്ദമുണ്ട്, അല്ലെങ്കിൽ സർക്കാരിനെതിരെ പിണറായി സ്ഥിതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായി താൻ വിട്ടുവീഴ്ച ചെയ്ത് ആര്യാടൻ ഷൗക്കത്തിനൊപ്പം നിൽക്കുന്നു, UDFിനൊപ്പം നിൽക്കുന്നു എന്നൊരു നിലപാട് പ്രഖ്യാപിക്കാനല്ലേ സാധ്യത? അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നിലപാട് ഇനി അൻവറിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനുണ്ടോ?
അൻവർ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്നോ ഏതെങ്കിലും മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നോ ഈ ഘട്ടത്തിൽ കരുതാനാകില്ല. അതിന് ഇപ്പോഴും അൻവർ ചെയ്യുന്നത് സമ്മർദ്ദപ്പെടുത്തൽ തന്നെയാണ്. UDF-ലേക്കുള്ള തൻ്റെ വഴി കുറെ കൂടി എളുപ്പത്തിലാക്കാൻ അല്ലെങ്കിൽ അതിൽ ഏത് വിധേനയും UDF-ന്റെ ഭാഗമാക്കാനുള്ളൊരു സമ്മർദ്ദപ്പെടുത്തൽ തന്നെയാണ് അൻവർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അൻവർ ആര്യടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അൻവറുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും തൃണമൂൽ വൃത്തങ്ങളിൽ നിന്നും ഒക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. പക്ഷേ ഈ 2 ദിവസം എങ്ങനെ അൻവറിൻ്റെ നീക്കത്തോടെ UDF നേതാക്കൾ പ്രതികരിക്കുന്നു, മുന്നണിയിലെ മറ്റ് കക്ഷികൾ പ്രതികരിക്കുന്നു എന്ന കാര്യം കൂടി മനസ്സിലാക്കുവാൻ വേണ്ടി കൂടിയാണ് അൻവറിൻ്റെ ഈ ഒരു 2 ദിവസത്തെ മൗനം എന്ന് വേണം മനസ്സിലാക്കുവാൻ. ആര്യാടൻ ഷൗക്കത്തിന് അൻവർ പിന്തുണ പ്രഖ്യാപിക്കുകയും ഒപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും നമുക്ക് അത്തരത്തിലൊരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതല്ലാതെ ഒരു സ്വതന്ത്രനായി മത്സരിച്ച് കുറച്ച് വോട്ട് നേടി ഒരുപക്ഷെ അത് UDF-ന്റെ ജയത്തെ ബാധിക്കുന്ന തരത്തിലുള്ളൊരു സാഹചര്യം അൻവർ തീർക്കുമെന്ന് കരുതാനാകില്ല. കാരണം അൻവറിൻ്റെ നേടുന്ന വോട്ടുകൾ അത് ഈ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ UDF-നെ ക്ഷീണം ചെയ്തേക്കും എന്ന ഒരു വിലയിരുത്തലുണ്ട്. അങ്ങനെ UDF LDF വീണ്ടും അവിടെ വിജയിക്കുന്ന ഒരു സാഹചര്യം മണ്ഡലം നിലനിർത്തുകയാണെങ്കിൽ അൻവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്ക് അതിന് ജനസ്വീകാര്യതയില്ലെന്നും അൻവറിനെ ജനം തള്ളിയെന്നുമുള്ള വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ വരും. ആ ഒരു സാഹചര്യം അത് അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അക്ഷരാർത്ഥത്തിൽ അനിശ്ചിതത്വത്തിലാക്കും. ശരി അനുമതിലേക്ക് വരാം. ശ്രീജിത്ത് ഉണ്ട് കോട്ടയം. ശ്രീജിത്ത് കൂടി നമുക്കിപ്പോൾ ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ UDF യോഗത്തിൽ സംഭവിച്ചത് എന്താണ്? കാരണം ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ വിജയ സാധ്യത ഉള്ള സ്ഥാനാർത്ഥിയാണ് VS ജോയ്, അതിനാണ് സാധ്യത എന്നൊരു വിലയിരുത്തലുള്ള നേതാക്കളും ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അവരെ മറികടന്ന് ഷൗക്കത്ത് തന്നെ ഉറക്കട്ടെ, ഷൗക്കത്ത് തന്നെ സ്ഥാനാർത്ഥിയാവട്ടെ എന്ന തീരുമാനത്തിലേക്ക് വരാൻ യഥാർത്ഥത്തിൽ അൻവറിൻ്റെ ഈ സമ്മർദ്ദം കൂടി കാരണമായിട്ടില്ലേ? അതിൽ കോൺഗ്രസ് എടുത്ത ശക്തമായൊരു നിലപാട് കൂടി തന്നെയല്ലേ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇത് ഉണ്ടാക്കാൻ പോകുന്ന സമ്മർദ്ദം മുന്നിൽ കണ്ടു കാണും? നമുക്ക് ഉദാഹരണമായി പറയാൻ കഴിയുന്ന ഒരുപക്ഷെ PC ജോർജാണ്. PC ജോർജ് UDF-നകത്ത് മുന്നണിയുടെ ഭാഗമായി നിന്നുണ്ടാക്കിയിരുന്ന പ്രതിസന്ധികൾ നമുക്കറിയാം. സമാനമായ മറ്റൊരു PC ജോർജായി അൻവർ മാറേണ്ടതില്ല എന്ന ഒരു കരുതലാണോ കോൺഗ്രസിൻ്റെ തീരുമാനത്തിന് പിന്നിൽ? സജിത്ത്, അങ്ങനെ തന്നെ നിസ്സംശയം പറയാം. കോൺഗ്രസ് നേതാക്കളുമായി മുതിർന്ന നേതാക്കളുമായി പലരുമായി നമ്മൾ സംസാരിച്ചു. അവരിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്നത് അവരൊക്കെയും പല നേതാക്കളും ഏറിയ പക്ഷം നേതാക്കളും VS ജോയി എന്ന പേരിൽ തന്നെയായിരുന്നു ഉറച്ചു നിന്നിരുന്നത്. ജോയിയെ സ്ഥാനാർത്ഥിയാക്കാം എന്നത് തന്നെയായിരുന്നു അവരുടെ ഒരു തീരുമാനം. അതിന് ജയസാധ്യത ഏറ്റവും കൂടിയ സ്ഥാനാർത്ഥി എന്നതാണ് VS ജോയിക്ക് അവർ കൽപ്പിച്ചിരുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് സാധ്യതയുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഷൗക്കത്തിന് പ്രാദേശികമായി പല ശത്രുക്കളുമുണ്ട്. അവരൊക്കെ കൂടി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചാൽ വളരെ നേരിയ മാർജിനിൽ ആണ് അവിടത്തെ ഭൂരിപക്ഷമുള്ളത്. മാത്രമല്ല കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളായി അവിടെ UDF-ന് ആര്യാടൻ മുഹമ്മദിന് ശേഷം UDF-ന് ആ മണ്ഡലം പിടിച്ച് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ VS ജോയിയെ കണ്ടത്. ഇന്നലെയുമുള്ള ചർച്ചകളിൽ ജോയിക്ക് മുൻതൂക്കമുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാവിലെയും ഈ PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ, അതിൽ നടത്തിയ പ്രതികരണങ്ങൾ, ഒരുപക്ഷെ മത്സരിച്ചേക്കാമെന്നുള്ള സമ്മർദ്ദതന്ത്രങ്ങൾ, ഇങ്ങനെ ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷവും UDF പോലുള്ളൊരു സംവിധാനത്തെ മുൾമുനയിൽ നിർത്തുന്നു എന്ന വിലയിരുത്തലാണ് അവരെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അൻവർ LDF-ന്റെ ആളായിരുന്നു, LDF-ൽ നിന്നുകൊണ്ട് ജയിച്ച ആളാണ്. അതിനപ്പുറത്തേക്ക് ഇനി അൻവർ UDF-ൽ ഇല്ലെങ്കിൽ പോലും ഒരുപക്ഷെ ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം എന്ന ഒരു കടുത്ത തീരുമാനത്തിലേക്ക് UDF-ഉം കോൺഗ്രസും ഒക്കെ എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അൻവർ ഒരു തലവേദനയാക്കി ആ തലവേദന എടുത്ത് സ്വന്തം തലയിൽ വെക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പല നേതാക്കളും നിസ്സംശയം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനത്തെ ജോയി എന്ന പരസ്യ പ്രഖ്യാപനം, അൻവർ നടത്തിയ പരസ്യ പ്രഖ്യാപനത്തെ മറികടക്കാൻ വേണ്ടി മാത്രമാണ് ഫലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് എന്നൊരു നിലയിലേക്ക് അവർ പോയതും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറിച്ച് ആര്യാടൻ അപ്പുറത്ത് പോയൊരു വിമതനാകുമോ എന്നുള്ള ചർച്ചകളൊക്കെ അപ്പുറത്തുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ആര്യാടൻ ഷൗക്കത്തിനെ അത് മാനേജ് ചെയ്തെടുക്കാം എന്ന ചിന്തയായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്കായിരിക്കും അൻവർ ഉണ്ടാക്കാൻ പോകുന്ന തലവേദന എന്നവർ തിരിച്ചറിയുകയായിരുന്നു. എന്തായാലും ഇപ്പോഴും ആ തലവേദന ഒഴിഞ്ഞു മാറിയിട്ടില്ല എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അൻവർ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഓരോ ഇടത്തും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തലവേദനകൾ, അത് നേരത്തെ സജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ PC ജോർജ് മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് നടത്തിയ നീക്കങ്ങളാണ്. അങ്ങനെ പുറത്തുപോയ PC ജോർജ് പിന്നെ പലവട്ടം UDF-ലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും ഫലത്തിൽ അത് അംഗീകരിക്കാത്ത സാഹചര്യം പല നേതാക്കളുടെ ഭാഗത്തു നിന്നും കടുത്ത തീരുമാനം ഉണ്ടായി. അന്ന് രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു PC ജോർജിനെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷേ ഉമ്മൻചാണ്ടി പോലും കടുത്ത നിലപാടെടുത്ത് നിന്നൊരു സാഹചര്യം, അതേ കടുത്ത നിലപാടുള്ള പല നേതാക്കളും ഇന്ന് UDF-ലുണ്ട്. അതുകൊണ്ട് തന്നെ VS ജോയിയെ സ്ഥാനാർത്ഥിത്വം മാറി
എന്നുള്ളത് മാത്രമല്ല ഈ PV അൻവറിന്റെ ഭാവി കൂടി UDF-ലേക്കുള്ള ഭാവി കൂടി ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് ഇപ്പോഴുണ്ടാകുന്ന സംഭവവികാസങ്ങൾ. ശ്രീജിത്ത് അനുമോദ്